ചില്ലി ഗോബി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഗ്രേവി ടൈപ്പുള്ള ചില്ലി ഗോബിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1/2 കിലോ ചിക്കനാണിത്. ഇത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് പരത്തി വെച്ചതാണ്. 1 ടീസ്പൂൺ സോസ്, ടൊമാറ്റോ സോസ്, സോയ സോസ് 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, മൈദ 2 ടീസ്പൂൺ വേണം, കോൺഫ്ലവർ 3 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ക്യാപ്സിക്കം 1ൻ്റെ പകുതി, പിന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി 1 കഷ്ണം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 തക്കാളി, 1 സവാള, കുറച്ച് മല്ലിച്ചപ്പ്, ചെറുനാരങ്ങ 1, വെളുത്തുള്ളി അല്ലി 6-7 എണ്ണം മതി. ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം ചിക്കൻ കുരുമുളക്, കുറച്ച് ഉപ്പ്, കുറച്ച് കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് പരത്തി വെക്കും. ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കാശ്മീരി മുളക് പൊടി, മൈദ, കോൺഫ്ലവർ 3 കൂടി ഇട്ടതാണ് അതിൽ. ഇനി സോസ് ഒഴിക്കും. ഇനി സോയ സോസ്, അങ്ങനത്തെ തക്കാളി സോസാണ് ഇട്ടത്. ഇനി ഇത് കലക്കി കുഴമ്പ് രൂപത്തിലാക്കുക. ചിക്കനിൽ മുക്കാനുള്ളതാണ്. മുക്കിയിട്ട് പൊരിച്ചെടുക്കാനുള്ളതാണ്. ആവശ്യത്തിന് ഇനി ഇളക്കി വയ്ക്കുക. കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഇളക്കിയിട്ട് എടുത്ത് വയ്ക്കുക. ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചില്ലി ഗോപിക്ക് ഇനി തയ്യാറാക്കണ എങ്ങനെ നോക്കാം. ഇനി നല്ല എണ്ണ ചൂടായിട്ട് സ്റ്റൗവ് സ്ലോയിൽ വെക്കണം. എന്നിട്ട് സ്ലോയിൽ വെച്ചിട്ട് വരട്ടി വെച്ച ചിക്കനാണത്. അത് ഈ കലക്കി വെച്ച മാവിൽ കോൺഫ്ലവറും മൈദയും എല്ലാം കൂടി ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി കലർത്തണം. എന്നിട്ട് ഇതിൽ ഓരോന്നായിട്ട് ഇടുക. സ്ലോയിൽ വെച്ചിട്ട് വേണം ചിക്കൻ ഇതിൽ മൂപ്പിച്ചെടുക്കാൻ. ബ്രൗൺ മൂപ്പായി കഴിഞ്ഞാൽ വാങ്ങാം അടുപ്പത്തുനിന്ന്. ഇനി എല്ലാതും ഇതുപോലെ ആദ്യം മൂപ്പിച്ചെടുക്കണം. ഗ്രേവി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇത് പുതിയ മോഡലിലുള്ള ചില്ലി ഗോപിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നേരത്തെ ചിക്കൻ പൊരിച്ചിട്ടുള്ള ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് മതി.
ഇനി സവാള ഒന്ന് നല്ല മൂക്കണ്ട, ഒന്ന് ചൊയ വിട്ടാൽ മതി. സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഒന്ന് ചൊയ വിട്ടാൽ മതി, പച്ച ചൊയ. അത്ര മൂത്താൽ മതി. ഇനി മല്ലിച്ചപ്പ്, തക്കാളി ഒന്ന് ചൂടാക്കുക. ക്യാപ്സിക്കം ഇടുക. ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ബാക്കി ഉള്ള മാവ് ഇതിലേക്ക് ഒഴിക്കുക. നേരത്തെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മുക്കാൻ വേണ്ടി വെച്ചുള്ള മാവാണത്. കോൺഫ്ലവറും കാശ്മീരി മുളകും മൈദയും ഒക്കെ കൂടെ കലർത്തിയിട്ടുള്ള ഗ്രേവിയാണത്. അത് ഇതിലേക്ക് ഒഴിക്കുക. സോസ് ഒഴിക്കുക. അര സ്പൂണ് സോയ സോസ് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിലിടുക. നന്നായിട്ട് ഇളക്കുക. ചില്ലി ഗോപിയും ബട്ടൂരാനും റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റുള്ള ചില്ലി ഗോപിയും ബട്ടൂരാനാണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.